ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആനഹു സുമ്മ ഇന്ന അലൈനാ ബയാനഹു. വിശുദ്ധ ഖുർആൻ സമാഹരണവും പാരായണം ചെയ്തു തരലും നമ്മുടെ ചുമതലയാണ്. അങ്ങനെ നാം ഓതിത്തരുമ്പോൾ താങ്കളത് അനുധാവനം ചെയ്യുക. പിന്നീടതിന്റെ പ്രതിപാദനവും നമ്മുടെ ബാധ്യതയാണ്. ക്രിസ്തുവർഷം 610 ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചു. തുടർന്നുള്ള 23 വർഷക്കാലം കൊണ്ട് അവതരണം പൂർത്തിയായി. പ്രവാചകരുടെ ജീവിതകാലത്ത് തന്നെ അനേകം സ്വഹാബികൾ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. അതോടൊപ്പം കുത്താബുൽ വഹയ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരായ സ്വഹാബികൾ ആട്ടിൻതോൽ, കല്ല് പോലത്തെ വസ്തുക്കളിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി എഴുതി സൂക്ഷിച്ചു. അതായിരുന്നു വിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ആദ്യഘട്ടം. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് യമാമ യുദ്ധം നടന്നു. ഖുർആൻ പ്രതിഷ്ഠമാക്കിയ അനേകം പേർ അന്ന് രക്തസാക്ഷി വരിച്ചു. അങ്ങനെ വിശുദ്ധ ഖുർആൻ എഴുത്തുരൂപത്തിൽ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചു. 2 ചട്ടക്കൂടിനുള്ളിൽ വിശുദ്ധ ഖുർആൻ ആദ്യമായി ക്രോഡീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗശേഷം ഈ എഴുത്തുപതിപ്പ് ഉമർ റളിയല്ലാഹു അൻഹു കൈവശം വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞതിനു ശേഷം അത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണത്തിലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിം ലോകം പ്രവിശാലമായി. അർമേനിയ, അസർബൈജാൻ, ഖുറാസാൻ, ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇസ്ലാം വ്യാപിച്ചു. ഈ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ഉച്ചാരണത്തിലും വ്യാപകമായ പിഴവുകൾ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ദർശിക്കാനിടയായി. അങ്ങനെ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സാഹചര്യം മനസ്സിലാക്കി ഒരു ഔദ്യോഗിക ഖുർആൻ പതിപ്പുകൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കൈവശമുണ്ടായിരുന്ന ആദ്യ മുസ്ഹഫ് അടിസ്ഥാനമാക്കി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ ബിൻ അസ്സുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ അല്ലാസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ നിയോഗിച്ചു. ഖുർആൻ പകർപ്പുകൾ തയ്യാറാക്കി മക്ക, മദീന, കൂഫ, ബസ്വറ, ഷാം, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിലേക്ക് ഖുർആൻ പണ്ഡിതരോടൊപ്പം പ്രസ്തുത മുസ്ഹഫുകൾ അയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസിദ്ധീകരിച്ച പതിപ്പ് തന്നെയാണ് ഇന്നത്തെ മുസ്ലിം ലോകത്തുടനീളം പ്രചരിച്ചിരിക്കുന്ന മുസ്ഹഫുകൾ. ഇന്നും ഖുർആൻ അതേ രീതിയിൽ നിലനിൽക്കുന്നു. ലോകത്തെമ്പാടും അതിന്റെ പകർപ്പുകൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിച്ചുകൊള്ളുകയും ചെയ്യുന്നതാണ്.